ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹൽവയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹൽവ എന്ന് പറയുന്നത് നമ്മുടെ ചോറ് കൊണ്ടുണ്ടാക്കിയ ഹൽവയാണ്. അപ്പോൾ ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ ഹൽവയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റും ഉണ്ട്, അതുപോലെ നല്ല സോഫ്റ്റും ഉണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളും. അതുപോലെ നമ്മൾ കുറേ പണിയൊന്നും ഇല്ല കേട്ടോ ചെയ്യാനായിട്ട്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 30-40 മിനിറ്റ് മാത്രം ഇതൊന്ന് നമ്മൾ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹൽവയാണ്. ചോറ് കൊണ്ടുണ്ടാക്കിയ ഹൽവയാണെന്ന് പറയത്തേ ഇല്ല കേട്ടോ, അത്രക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. 2½ കപ്പ് നമ്മുടെ മട്ട അരി വെച്ചിട്ടുള്ള ചോറാണ് കേട്ടോ. അപ്പോൾ ചോറ് എടുക്കുമ്പോൾ എപ്പോഴും നല്ലോണം പുളിമണമുള്ള ചോറ് എടുക്കാതിരിക്കുക. അതുപോലെ നല്ലോണം വാഷ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെ ഒരു ദിവസം മുമ്പത്തെ ചോറൊക്കെ ആണെങ്കിൽ പുളിമണമൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലോണം വാഷ് ചെയ്തിട്ട് എടുക്കുക. നല്ലോണം പുളിമണം ഉള്ള ചോറ് എടുക്കാതിരിക്കുക. അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു 300 ഗ്രാമോളം ശർക്കര വേണം. അപ്പോൾ ഒരു 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതിലോട്ട് കുറച്ച് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയിട്ടൊന്ന് അലിച്ചെടുക്കാം, ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഈ ചോറൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡറിലോട്ട് ഈ ചോറൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് അരക്കാൻ പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. അതുപോലെ നല്ലോണം ലൂസാക്കി അരച്ചെടുക്കണ്ട, നമുക്ക് അരക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിലോട്ടൊരു ഓൾമോസ്റ്റ് 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഒരു 1/4 കപ്പും കൂടെ കൂട്ടി കൊടുത്താൽ മതി. അതുപോലെ കുറേ വെള്ളം ചേർത്ത് കൊടുക്കാതിരിക്കുക കേട്ടോ, അരക്കാൻ പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നല്ലൊരു തിക്ക് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ ഹൽവ ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് ബ്ലെൻഡറിലോട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കോൺഫ്ലവർ ഒന്ന് കലക്കിയത്. അപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. സെയിം നമ്മൾ എത്രയാണോ ചോറ് എടുക്കുന്നത് അത്ര ടേബിൾ സ്പൂൺ. ഇപ്പോൾ 2.5 കപ്പ് ചോറാണല്ലോ, അപ്പോൾ 2.5 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു അരച്ച ചോറിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു അരച്ച ചോറിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ശർക്കര ഒന്ന് ഇടക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് അടിക്ക് പിടിക്കാതെ നോക്കണം കേട്ടോ. ഇതിപ്പോൾ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ നമ്മൾ അരച്ച് വെച്ച് അതിൻ്റെ കൂടെ ഒന്ന് ഒരു അരിപ്പയിലോട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് അരിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയാൽ മതി. അങ്ങനെ ചൂടാറി കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അടുപ്പിലോട്ട് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടുപ്പിലോട്ട് മാറ്റാം. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ ഒന്ന് കണ്ടിന്യൂ ആയിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ചൊന്ന് തിക്കായിട്ടൊക്കെ വരുമ്പോൾ അങ്ങനെ കണ്ടിന്യൂ കൈയെടുക്കാതെ ഇളക്കണമെന്നില്ല കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ കുറച്ചൊന്ന് കുറുകി വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി, ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഏലക്കാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 കപ്പ് നെയ്യ്. അപ്പോൾ 1/2 കപ്പ് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുറേശ്ശെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് വരെ സമയം എടുക്കുന്നുണ്ട് കേട്ടോ ഇത് വേവിച്ചെടുക്കാനായിട്ട് ഏകദേശം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒരു 3-4 പ്രാവശ്യമായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുക. ആ ഒരു 1/2 കപ്പ് എടുത്ത് വെച്ച നെയ്യ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി.
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നെയ്യ് കുറേശ്ശെ ചേർത്തിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ അങ്ങനെ കണ്ടിന്യൂ കൈയെടുക്കാതെ ഇളക്കണമെന്നില്ല കേട്ടോ. നമ്മൾ നെയ്യൊക്കെ ഇങ്ങനെ ചേർക്കുന്നതുകൊണ്ട് പെട്ടെന്നൊന്നും അടുക്കി പിടിക്കില്ല. ഇപ്പോൾ കംപ്ലീറ്റ് നെയ്യും അരക്കപ്പ് എടുത്ത് വെച്ച നെയ്യ് കംപ്ലീറ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് കുറച്ചൊന്ന് ഈ ഒരു നെയ്യൊക്കെ ഇതിലോട്ട് മിക്സായിട്ട് പിന്നെ കുറച്ചൊന്ന് തിക്കായിട്ട് വരണം കേട്ടോ. അതുവരെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 40 മിനിറ്റോളം ഇതുപോലെ സമയം എടുക്കുന്നുണ്ട് കേട്ടോ ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ ചേർത്ത നെയ്യൊക്കെ ഇതിലോട്ട് നല്ലോണം പിടിച്ചിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവമായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ ഹൽവയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ നിന്നും ഒരു വിട്ട് വരുന്നൊരു പരുവം ഉണ്ടല്ലോ, ആ ഒരു പരുവം ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു നെയ്യ് പുരട്ടിയ പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം കേട്ടോ. ഒരു ട്രേയിലോട്ടോ എന്തിലോട്ടെങ്കിലും നമ്മളിത് ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം ഡിമോൾഡ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ മുകൾ ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, ഫ്രിഡ്ജിൽ വെക്കണ്ട, ജസ്റ്റ് നല്ലോണം ചൂടാറി കിട്ടിയാൽ മതി. അപ്പോൾ ചൂടാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായി ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് ഡീമോൾഡ് ചെയ്യാം. പിന്നെ അതുപോലെ ഇതിൻ്റെ സൈഡൊക്കെ അങ്ങനെ ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് ഇതുപോലെ തന്നെ ഇങ്ങനെ നല്ലോണം വിട്ട് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒന്ന് ഡീമോൾഡ് ചെയ്യാം. എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഹൽവയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറൊക്കെ ഇങ്ങനെ കുറേ ബാലൻസൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടികളിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ ഇതിന്. 2.5 കപ്പ് ചോറിന് 1/2 കപ്പ് നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിൽ ഒരു ഇച്ചിരി മാറ്റം വരുന്നതേ ഉള്ളൂ. നെയ്യാകുമ്പോൾ ആ ഒരു നെയ്യിൻ്റെ സ്മെല്ലുണ്ടാവും. അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഹൽവയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്